കരങ്ങൾ വീശി സ്വീകരിക്കാം. രണ്ട് കരങ്ങളും വീശി അവിടുത്തെ ആരാധിക്കാം. വിളക്കിരിക്കുന്ന കരങ്ങൾ വീശി ആരാധിക്കാം. അവൻ എഴുന്നള്ളുന്നു, രാജാധിരാജൻ എഴുന്നള്ളുന്നു. കരങ്ങൾ വീശി ആരാധിക്കാം, കരങ്ങൾ വീശി ആരാധിക്കാം. ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവാ യേശുനാഥ. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവാ യേശുനാഥ. ശാലോമിൻ കണ്ണിലൂടെ സർവേശ നിന്നെ കാണാൻ ദൂരസ്ഥർ സമീപസ്ഥർ എല്ലാരും ചേരുന്നിതാ. വൈകാതെ വന്നിടണേ. കരങ്ങൾ വീശി വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവാ യേശുനാഥ. വാത്സല്യമുള്ളവരെ, വലത് കരത്തിൽ തിരി ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കാം. നമുക്ക് ഏറ്റു ചൊല്ലാം. ഒരു നിമിഷം വലത് കരത്തിൽ തിരി ഉയർത്തിപ്പിടിക്കാം. കർത്താവായ ഈശോ മിശിഹായേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ പാദങ്ങളിൽ എന്റെ പാപജീവിതവും പാപചരിത്രവും ഞാൻ ഇറക്കി വെക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വത്സല്യമുള്ളവരെ, തിരി താഴ്ത്തിപ്പിടിക്കാം. തിരുവട്ടത്തിൻ്റെ പ്രകാശത്തിൽ നമുക്കിപ്പോൾ ഒരു ഗാനം നിന്നുകൊണ്ട് ആലപിക്കാം. ദൈവത്തിൻ്റെ പ്രകാശം ഈ ആരാധനാഗാനത്തിൻ്റെ സമയത്ത് നമ്മളെ സ്വാധീനിക്കട്ടെ. ആത്മീയ സന്തോഷം എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഈ ആരാധനാഗാനം ശുശ്രൂഷകരോട് ചേർന്ന് ആരാധിച്ച് ഈശോയെ നോക്കി ഈ പരിശുദ്ധ തിരുവട്ടം ഞങ്ങളുടെ ഹൃദയത്തിലും തെളിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തൊരാനന്ദം. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം താണിറങ്ങുന്നു, സൗഖ്യം പൂത്തിറങ്ങുന്നു.
ഉച്ചസ്വരത്തിൽ പാടുന്നു, ഉന്നതനീശനെ വാഴ്ത്തുന്നു, പാരിൻ രക്ഷയെ ഓർക്കുന്നു, മേരി സുതനെ ഞാൻ വാഴ്ത്തുന്നു, മന വീണമീട്ടി പാടുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. അമ്മേ തായേ അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. മറിയത്തിൻ തിരുസുതനെ ആരാധിക്കുമ്പോൾ മനസ്സിന്റെ ഭാരങ്ങൾ അകലത്തറിയുന്നു. മറിയത്തിൻ തിരുസുതനെ ആരാധിക്കുമ്പോൾ മനസ്സിന്റെ ഭാരങ്ങൾ അകലത്തറിയുന്നു. കണ്ണിനാനന്ദം എന്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാലെന്തോരാനന്ദം. കണ്ണിനാനന്ദം കരളിനുള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാലെന്തോരാനന്ദം. തിന്മയും തടവറയിൽ ആരാധിക്കുമ്പോൾ മറിയത്തിൻ പ്രിയമകനൻ മോചകനാകുന്നു. തിന്മയും തടവറയിൽ ആരാധിക്കുമ്പോൾ മറിയത്തിൻ പ്രിയമകനൻ മോചകനാകുന്നു. മാരകമാം മുറിവുകളിൽ ആരാധിക്കുമ്പോൾ അമ്മേ നിൻ പ്രിയമകനൻ കണ്ണീർ മായ്ക്കുന്നു. മാരകമാം മുറിവുകളിൽ ആരാധിക്കുമ്പോൾ അമ്മേ നിൻ പ്രിയമകൻ കണ്ണീർ മായ്ക്കുന്നു. കണ്ണിനാനന്ദം എന്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാലെന്തോരാനന്ദം. കന്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം താണിറങ്ങുന്നു, സൗഖ്യം പൂത്തിറങ്ങുന്നു. ഉച്ചസ്വരത്തിൽ പാടുന്നു, ഉന്നതനീശനെ വാഴ്ത്തുന്നു, പാരിൻ രക്ഷയെ ഓർക്കുന്നു, മേരി സുതനെ ഞാൻ വാഴ്ത്തുന്നു, മന വീണമീട്ടി പാടുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമേ, പ്രാർത്ഥിക്കാൻ ഒരു വാക്കുപോലുമില്ലാത്തവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആരാധിക്കാൻ മനസ്സില്ലാത്തവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആവതില്ലാത്തവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമേ, ത്രാണി നഷ്ടപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. തടവറയ്ക്കുള്ളിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. മഹാകുറ്റവാളികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മഹാഭീകരർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമേ, അജ്ഞേയവാദികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിരീശ്വരവാദികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമേ എന്ന വാക്ക് പറയാത്തവർ പോലും അനുഗ്രഹിക്കപ്പെടട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി, ആരാധന ആരാധന ആരാധന.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ശരി, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പിടിക്കാം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്നരുളിയവൻ കൺമുമ്പിൽ വെറും വെളിച്ചമായിട്ടല്ല, ചങ്ക് മുറിച്ചു വിളമ്പുന്ന കനകദീപപ്രഭയുള്ള ചെറുമന്നത്തരിയായി മൺതരിയോളം താഴ്ന്നിത നിന്റെ മുമ്പിൽ. സ്നേഹിത, സഹോദര, മുഴങ്കാൽ മടക്കാതിരിക്കാൻ നമുക്കാവാത്തത് അതുകൊണ്ടാണ്. ചെറുതരിവട്ടം നമുക്കിനി എന്തിനാണ്? കൺമുമ്പിൽ കത്തുന്ന സൂര്യനെ പോലെ അവനുള്ളപ്പം. സിയോനിൽ സൂര്യനെ ഞാൻ കണ്ടില്ല, കുഞ്ഞാടായിരുന്നു അവിടെ പവിഴപ്രഭ. സിയോനിൽ ഞാനൊരു ദീപമേ കണ്ടില്ല, ഞാനൊരു വിളക്കും കണ്ടില്ല, എൻ്റെ കുഞ്ഞാടായിരുന്നു അവിടെ വിളക്ക്. പ്രിയപ്പെട്ടവരെ, തിരി ഊതിക്കെടുത്താം, നമുക്ക് മുട്ടുകുത്താം. ദൈവത്തിൻ്റെ അനന്ത സ്നേഹം നമ്മളെ ഉൾകുവാൻ വേണ്ടി തേടി വരുന്ന ദൈവമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അവനെ തേടിപ്പോയി എല്ലാം കാഴ്ചവെച്ച് മുടിഞ്ഞ് ക്ഷീണിച്ച് തകർന്നു പോവുകയല്ല, പിന്നെയോ നിന്റെ ദൈവം നിന്നെ തേടി ഇറങ്ങി വരും. സിയോനിൽ മണിദീപം വേറൊന്നും കണ്ടതില്ല, എൻ്റെ കുഞ്ഞാടായിരുന്നു അവിടെ ദിവ്യപ്രഭ. വലതുകരം കർത്താവിലേക്ക് നെറ്റിപ്പിടിക്കാം. വലതുകരം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവിലേക്ക് നെറ്റിപ്പിടിക്കാം. കർത്താവിൻ്റെ മഹത്വം പെരുവിരൽത്തുമ്പിലൂടെ ഇറങ്ങി വരട്ടെ. ആ വിരൽത്തുമ്പ് നമ്മളെയും തൊടട്ടെ. ആ സ്നേഹസ്പർശം നമ്മളെല്ലാവരെയും വിടുവിക്കട്ടെ. നമ്മളൊരു തിയേറ്ററിൽ ഒരുക്കുന്ന നാടക ശുശ്രൂഷയിലല്ല, നമ്മൾ അഭിനയിക്കുകയല്ല. ദൈവത്തിൻ്റെ കരം നമ്മളെ തൊടട്ടെ. ഈ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന നമ്മളെ ഏവരെയും ദൈവം തൊടട്ടെ. വലതുകരം നീട്ടി നമുക്കൊന്ന് പറയാം, കർത്താവേ, നീ ഒരു പ്രവൃത്തി ചെയ്താൽ അതെനിക്ക് 10 പ്രവൃത്തിക്ക് തുല്യമാണ്. നീ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് 100 വാക്കിൻ്റെ അനുശബ്ദമാണ്. സന്തോഷത്തോടെയും സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ആരാധന, പരിശുദ്ധൻ. എത്രമാത്രം സന്തോഷത്തോടെ സ്തുതിക്കാമോ അത്രമാത്രം ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിവിടെ എല്ലാവരും വന്നാണ്, ആകാശവും ഭൂമിയും വന്നാണ്, പുഴയും ചെടിയും മണ്ണും കാതും കരളും ദീപവും ധൂപവും പൂക്കളും എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. സിയോന്റെ ദീപമേ, മണിദീപമേ, മന്നയായി വന്നവനാരാധന. സിയോന്റെ ദീപമേ, മണിദീപമേ, മന്നയായി വന്നോനെ ആരാധന. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. സിയോന്റെ ദീപമേ, മണിദീപമേ, മന്നയായി വന്നോനെ. ഞാൻ എൻ്റെ ഹൃദയവും ഞരമ്പും എൻ്റെ കോശവും പേശികളും എല്ലാം ചേർത്ത് വെച്ച് ആരാധിക്കുന്നു. സിയോന്റെ ദീപമേ, മണിദീപമേ, മന്നയായി വന്നോനെ ആരാധന. സിയോന്റെ ദീപമേ, മണിദീപമേ, മന്നയായി വന്നോനെ ആരാധന. എല്ലാവരും പാടട്ടെ. സിയോന്റെ ദീപമേ, മണിദീപമേ, മന്നയായി വന്നോനെ ആരാധന. സിയോന്റെ ദീപമേ, മണിദീപമേ, മന്നയായി വന്നോനെ ആരാധന. സിയോന്റെ ദീപമേ, മണിദീപമേ, മന്നയായി വന്നോനെ ആരാധന. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളോട് പറയുന്നു, അന്ന് മന്ന ഭുജിച്ചവരൊക്കെ മഞ്ഞിൽ മരിച്ചു വീണു. അന്ന് കാടപ്പക്ഷികൾക്കായി ദാഹിച്ചവർ കാറ്റത്തു വാടി വീണു. അന്നു ചെങ്കടൽ കടന്നോരും മൃതി പൂണ്ടു നിന്നു. ആ മന്നയല്ല നിന്റെ മുന്നിൽ,
ആ പക്ഷിയുടെ മാംസമല്ല നിന്റെ മുന്നിൽ, സ്വയം മുറിച്ചവന്റെ ചങ്കും കരളും കാതും ഹൃദയവും വചനവും ഒറ്റ സ്നേഹസത്യമായി നിന്റെ മുന്നിൽ. സ്നേഹിത, ഈ സത്യം നിന്നെ തൊടും, ഇത് നിന്നെ വിടുവിക്കും. മറ്റൊരാളെ മുറിച്ചു വിളമ്പുകയല്ല, മറ്റൊരു മൃഗത്തിൻ്റെ ചോര അറുത്ത് വിതറുകയല്ല. ഇതാ അവൻ തന്നെ എനിക്ക് വേണ്ടി മുറിയുന്നു, അതുകൊണ്ട് അവൻ്റെ മുറിവുകളാൽ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ആരാധന, പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ആമേൻ, 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 ആമേൻ. സ്നേഹിത, രോഗിയായിരിക്കുന്ന നീ ഇപ്പോൾ നിന്റെ സഹായിയുടെ സഹായത്തോടെ ഒന്ന് പടഞ്ഞെണീൽക്കട്ടെ. കരുത്തില്ലെന്ന് കരുതിയ നീ കർത്താവിന്റെ കരം പിടിച്ചൊന്ന് എണീറ്റാട്ടെ. ശബ്ദിക്കാൻ നാവില്ലെന്ന് കരുതിയ നീ ആബാ പിതാവേ എന്നൊന്ന് വിളിച്ചാട്ടെ. യേശുവേ രക്ഷക എന്ന് വിളിച്ചാട്ടെ. എഫാത്ത തുറക്കപ്പെടട്ടെ, കാതുകൾ തുറക്കപ്പെടട്ടെ, നാവ് തുറക്കപ്പെടട്ടെ, കാൽമുട്ടുകൾക്ക് ബലം ലഭിക്കട്ടെ, ഉള്ളിലെ രോഗങ്ങൾ മാറട്ടെ, രഹസ്യ രോഗങ്ങൾ മാറട്ടെ. ശിരസ് മുതൽ പാദം വരെ ആനന്ദ സ്നേഹത്തിന്റെ നദി അനേകരെ ഒഴുക്കിക്കൊണ്ടുപോകട്ടെ, അനേകരെ ഒഴുക്കിക്കൊണ്ടുപോകട്ടെ. വൻ അനുഗ്രഹത്തിന്റെ സുനാമി അനേകരെ ദൈവസ്നേഹത്തിന്റെ നീർച്ചാലിലേക്ക് ഒഴുകിക്കൊണ്ടുപോകട്ടെ. അങ്ങനെ ആമേൻ, അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ജെറമിയായുടെ പുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മനോഹരമായൊരു വെളിപ്പെടുത്തലുണ്ട്. നമുക്കറിയാം, നമുക്കെല്ലാം പരിചിതമായൊരു വെളിപ്പെടുത്തൽ. ഞാൻ സകല മനുഷ്യരുടെയും കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നടക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ജെറമിയായോട് ദൈവം പറഞ്ഞു, ജെറമിയ, 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 നിന്റെ അപ്പൻ്റെ സഹോദരൻ ശല്ലൂമിൻ്റെ പുത്രൻ്റെ കയ്യിൽ നിന്ന് നീ അനാത്വത്തിലെ സ്ഥലം വാങ്ങുക. അനാത്വത്തിലെ സ്ഥലം ശല്ലൂം എന്ന് പറയുന്ന അപ്പൻ്റെ സഹോദരൻ്റെ പുത്രനിൽ നിന്നും ജെറമിയ വാങ്ങുകയാണ്. സാക്ഷികളെ സാക്ഷി നിർത്തി ആധാരം മുദ്ര വെച്ച് നേരിയായുടെ മകൻ ബറൂക്കിൻ്റെ കയ്യിലേക്ക് ആധാരം വെച്ച് കൊടുത്തിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജെറമിയ കരങ്ങൾ ഉയർത്തിയിട്ട് ജെറമിയയുടെ പുസ്തകം 32-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ ജെറമിയ ആരാധിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവമേ, അങ്ങയുടെ ശക്തമായ കരമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്, ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. 17-18 വാക്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്വരമുയർത്തി ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അവൻ ആരാധിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, കർത്താവേ, ഈ ഭൂമിയും ആകാശവും സൃഷ്ടിച്ചത് നിന്റെ കരമാണ്, നിനക്ക് ഒന്നും അസാധ്യമല്ല. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ ആരാധനയുടെ ഒരു മധുര രഹസ്യം. എന്നിട്ട് ജെറമിയ പ്രവാചകൻ ആരാധിച്ചുകൊണ്ട് പറയുക, എൻ്റെ പൊന്നുടയ തമ്പുരാനെ, എൻ്റെ പൊന്നുടയ തമ്പുരാനെ, ഇതാ ഞാൻ ആധാരം എഴുതി മുദ്ര വെച്ച് മൺകുടത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. നേരിയായുടെ മകൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആധാരം മുദ്ര വെച്ച് നിക്ഷേപിച്ചു. എന്നിട്ട് ജെറമിയായുടെ പുസ്തകം 32-ാം അധ്യായം 25-ാം വാക്യത്തിൽ ആരാധിക്കുന്ന ജെറമിയ നിലവിളിച്ചുകൊണ്ട് ആരാധിച്ച് പറയുകയാണ്, എൻ്റെ പൊന്നു കർത്താവേ, കൽദായരുടെ കൈകളിൽ എൻ്റെ നാട് ഏൽപ്പിക്കപ്പെട്ടിട്ടും ഈ നാട് ഏൽപ്പിക്കപ്പെട്ടിട്ടും മഹാപടയാളികൾ കാവൽ നിന്നിട്ടും നീ സാക്ഷികളെ നിർത്തി, എൻ്റെ കർത്താവേ, എന്നെ കൊണ്ട് സ്ഥലം വാങ്ങിക്കാൻ കൽപ്പിച്ചല്ലോ. നീ എന്നാ പരിപാടിയാ കാണിച്ചത്? എന്തോ നോർത്തിട്ടാണ് കൽദായർക്ക് കൈമാറപ്പെട്ട ദേശത്തിൽ നിന്നും ഒരു തുണ്ടു ഭൂമി പോലും പടയാളികൾ ആർക്കും കൈമാറ്റം ചെയ്യില്ലെന്നുള്ളത് ഉറപ്പായിരിക്കെ ഈ ഉറപ്പിൻ്റെ നടുമുറ്റത്ത് വെച്ച് ആധാരം എഴുതി മുദ്ര വെച്ച് എന്നെ കൊണ്ട് ഈ സ്ഥലം സ്വന്തമാക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയല്ലോ നീ. അതേ പ്രിയപ്പെട്ടവരെ, വഴിയെല്ലാം അടഞ്ഞു നിൽക്കുമ്പം നമ്മൾ ചിലപ്പം ആരാധനയിൽ ഞെട്ടിപ്പോകും. കർത്താവെ, എല്ലാ വഴിയും 7 പൂട്ടി പല്ലിളിച്ച് നിന്ന ജനതയുടെ നടുവിൽ നീ വഴി തുറന്നുവല്ലോ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെ വലിയ വായിൽ നിലവിളിക്കുന്നത്, കർത്താവ് യെരൂശലേമിന്റെ അടിമത്തം നീക്കിയപ്പോൾ അവർ പരസ്പരം നുള്ളിയിട്ട് പറഞ്ഞു, സ്വപ്നം, 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 ഇത് സ്വപ്നമാ, ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ദൈവം
ജെറുസലേമിന്റെ ഓർസലമിന്റെ അടിമത്തം നീക്കിയപ്പോൾ, ഇസ്രായേൽ മക്കളുടെ മുഖമഴിച്ചു മാറ്റിയപ്പം അവരാദ്യം പറഞ്ഞു, ഇതൊരു പകൽക്കിനാവാണ്. പകൽക്കിനാവല്ല, പരിശുദ്ധ സ്നേഹമാണ് ആരാധനയിൽ ഒഴുകുന്നത്. രണ്ട് കരങ്ങളും നെറ്റിപ്പിടിക്കാം. പ്രിയപ്പെട്ടവരെ, പകൽക്കിനാവ് കാണിക്കുന്ന ഒരു ദൈവമല്ല, മായാജാലക്കാരനല്ല, ഇന്ദ്രജാലം കാണിക്കുന്നവല്ല. നിന്റെ ദൈവം മന്നയിൽ നിന്ന് മഞ്ഞിനെ മുഴുവൻ കീഴടക്കുന്നവനാണ്. മന്നയിൽ നിന്ന് മഞ്ഞിനെ മുഴുവൻ കീഴടക്കുന്നവൻ നിന്റെ ചങ്കിന്റെ വിലാവ് എഴുതി വരുന്നു. കർത്താവേ, 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 എന്റെ ദൈവമേ, കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. മന്നയിൽ നിന്നും മഞ്ഞിനെ മുഴുവൻ ഇതാ അവൻ നേരിടാൻ പോകുന്നു, അവൻ സ്പർശിക്കാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. മന്നയിൽ നിന്നും മഞ്ഞിനെ മുഴുവൻ നേടുന്നവനെ ആരാധന. മന്നയിൽ നിന്നും മഞ്ഞിനെ മുഴുവൻ നേടുന്ന ദൈവമേ ആരാധന. മന്നയിൽ നിന്നും മഞ്ഞിനെ മുഴുവൻ നേടുന്ന ദൈവമേ ആരാധന. കരങ്ങൾ വീശി നമുക്ക് പാടാം. മന്നയിൽ നിന്നും മഞ്ഞിനെ മുഴുവൻ നേടുന്ന ദൈവമേ ആരാധന. മന്നയിൽ നിന്നും മഞ്ഞിനെ മുഴുവൻ നേടുന്ന ദൈവമേ ആരാധന. മന്നയിൽ നിന്നും മഞ്ഞിനെ മുഴുവൻ നേടുന്ന ദൈവമേ ആരാധന. ബറൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. ഓ, വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ചു കൂനിപ്പോയവനും വിശന്ന് പൊരിഞ്ഞു കണ്ണുമങ്ങിയവനും അങ്ങയെ മഹത്വപ്പെടുത്തുന്ന വിനാഴിക വരാൻ പോകുന്നു. ഈ ആരാധനയിൽ വലിയ ദുഃഖം അനുഭവിക്കുന്നവരെ, ക്ഷീണിച്ചു കൂനിപ്പോയവരെ, വിശന്ന് പൊരിഞ്ഞ് തകർന്ന് തരിപ്പണമായവരെ നിങ്ങളെ പടുത്തുയർത്തുവാൻ സ്വർഗത്തിന്റെ മന്ന ഇതാ നിന്റെ തലയിലേക്ക് പെയ്തിറങ്ങുന്നു. മന്നയിൽ നിന്നും മഞ്ഞിനെ മുഴുവൻ നേടുന്ന ദൈവമേ ആരാധന. പാടാം. മന്നയിൽ നിന്നും മഞ്ഞിനെ മുഴുവൻ നേടുന്ന ദൈവമേ ആരാധന. ജെറമിയയുടെ പുസ്തകം 32-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചാരാധിക്കണമേ. ഓ, ദേശം മുഴുവൻ, രാജ്യം മുഴുവൻ കൽദായർ കൈവശമാക്കി കാൽക്കീഴിൽ അമർത്തിപ്പിടിച്ചപ്പോൾ അതിൽ നിന്നും ദൈവത്തിന്റെ ദൂതന്റെ വാക്കിനാൽ ഒരു തുണ്ടു ഭൂമി ആധാരം എഴുതി മുദ്ര വെച്ച് നൽകുവാൻ ദൈവത്തിന് കഴിവുണ്ട്. ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. അത് സംഭവിച്ചു കഴിഞ്ഞ് ആരാധിച്ചുകൊണ്ട് ജെറമിയ വിങ്ങിപ്പൊട്ടുകയാണ്. എന്നാ ഓർത്തോണ്ടായ എൻ്റെ ദൈവമേ, ബന്ധനത്തിൽ എനിക്ക് നീ ഭൂമി പതിച്ചു നൽകിയത്, നീ എന്ത് വിചാരിച്ചിട്ടാ എന്നോടത് കൽപ്പിച്ചത് എന്ന് ഞെട്ടിപ്പിടുപിടുത്ത് ജെറമിയ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏകദൈവത്തെ ആരാധിക്കുന്നിടത്ത് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. അത് മായാജാലമല്ല, സത്യമാണ്. ഈ രാത്രി വെട്ടത്തെക്കാളും, ഈ പൂവിനേക്കാളും, ഈ കത്തുന്ന മെഴുകുതിരിയേക്കാളും, ഈ ഉയരുന്ന ധൂപത്തെക്കാളും ഒരു പരമസത്യമുണ്ട്. ഇവൻ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റൂത്തിന്റെ പുസ്തകത്തിൽ അവിടുന്ന് പറയുന്നു, ഇസ്രായേലേ, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എഫെസ്യർക്കുള്ള ലേഖനത്തിൽ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ദിവ്യശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികം തരുന്ന ഒരു ദൈവം ഇതാ അരുളിക്കയിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എണീറ്റ് നിൽക്കാം. എൻ്റെ ദൈവമേ, നീ എൻ്റെ കർത്താവാകുന്നു. മറ്റൊരാളിലും ഞാൻ ആശ്രയിക്കില്ല. കല്ലിലും കരിങ്കൽ കട്ടയുടെ മുമ്പിലും മനുഷ്യ ദൈവത്തിൻ്റെ മുമ്പിലും സിദ്ധന്റെ മുമ്പിലും ജ്ഞാനിയുടെ മുമ്പിലും ഞാൻ തലകുനിക്കുകയില്ല. നിന്റെ മുമ്പിൽ മാത്രം തലകുനിച്ച് ഈ രാത്രിയെ ഞാൻ ദൈവിക സ്തുതിയാക്കി മാറ്റും. വലതുകരം നീട്ടിപ്പിടിക്കാം. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു. എല്ലാവരും മതി പറഞ്ഞ് ആരാധിക്കണം. നിങ്ങൾ നിങ്ങളുടെ കസേരയിൽ എണീൽക്കാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ട രോഗികളെ, സഹോദരങ്ങളെ, സഹായിയുടെ സഹായത്തോടെ എണീറ്റ് നിന്ന് ഇതാ കലമാനെ വെല്ലുന്ന വേഗതയോടെ സ്തുതിച്ചൊന്ന് ആടിപ്പാടുവാൻ, ദാവീദിനെ തോൽപ്പിച്ചൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ നിങ്ങളുടെ കിടക്ക വിട്ട് എണീൽക്കുക, ഇരിപ്പിടം വിട്ട് എണീൽക്കുക. ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും പുഴയിലും ദൈവം അടയാളം കാണിക്കാൻ പോകുന്നു. മിന്നലും പുകയും ധൂമപടലവും ഉണ്ടാകും. കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുന്നു. വലതുകരം നീട്ടിപ്പിടിക്കാം.
എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, പാടിയാട്ടെ, പറഞ്ഞാട്ടെ, പ്രവർത്തിച്ചാട്ടെ, പ്രഘോഷിച്ചാട്ടെ. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്ക്. എല്ലാവരും ആരവത്തോടെ എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. കരങ്ങൾ കൂപ്പി. കല്ലിൻ മുമ്പിലോ മരത്തിൻ മുമ്പിലോ വീണു കുമ്പിട്ടൊരു നാളും ഞാൻ ആരാധിക്കില്ല. കല്ലിൻ മുമ്പിലോ മരത്തിൻ മുമ്പിലോ വീണു കുമ്പിട്ടൊരു നാളും ഞാൻ ആരാധിക്കില്ല. പ്രഖ്യാപിച്ചുകൊണ്ട് പാടാം. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. സർവ്വജനതകളെ, ജനപദങ്ങളെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവിൻ. ദൈവത്തിന്റെ മഹത്വം ഭൂമിയെ ജലം കൊണ്ട് മൂടുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വം നിറയുന്ന നാള് വരുന്നു. യെശയ്യായുടെ സ്വപ്നമാണത്. നമുക്ക് കർത്താവിനെ കരങ്ങളടിച്ച് ആരാധിക്കാം, ആരാധിക്കാം വലിയ സന്തോഷത്തോടെ. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, മറ്റൊരു ദൈവം എനിക്കില്ല. സിദ്ധൻ എനിക്കില്ല, ജ്ഞാനി എനിക്കില്ല, ഭാവി പറയുന്നവനില്ല, ശകുനക്കാരനില്ല, അന്ധവിശ്വാസങ്ങളില്ല, അടയാളങ്ങളില്ല. എൻ്റെ കർത്താവിൻ്റെ അടയാളം മാത്രം. ആമേൻ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ചു പാടാം. ദൈവത്തെ സ്തുതിച്ച് വലിയ നൃത്തത്തോടെ ആരാധിക്കാം. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. കല്ലിൻ മുമ്പിലോ മരത്തിൻ മുമ്പിലോ വീണു കുമ്പിട്ടൊരു നാളും ഞാൻ ആരാധിക്കില്ല. കല്ലിൻ മുൻപിലോ മരത്തിൻ മുൻപിലോ വീണു കുമ്പിട്ടൊരു നാളും ഞാൻ ആരാധിക്കില്ല. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. ഉയർത്തിയടിക്കാം. മനുഷ്യ ദൈവത്തെ ഞാൻ ആരാധിക്കില്ല, മനുഷ്യ ശക്തിയിൽ ഞാൻ ആശ്രയിക്കില്ല. എൻ്റെ ദൈവമാണ് എൻ്റെ രക്ഷകൻ. അവിടുന്ന് എന്നെ മോചിച്ചാൽ മോചിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇരുളിൽ കഴിഞ്ഞുകൊള്ളാം. കരങ്ങൾ ഉയർത്തി, കരങ്ങളടിച്ച് ആവേശത്തോടെ ദൈവത്തെ ആരാധിക്കാം, ഈ സത്യത്തെ ആരാധിക്കാം. എല്ലാവരും കരങ്ങളടിച്ചാട്ടെ. മനുഷ്യ ദൈവത്തെ ഞാൻ ആരാധിക്കില്ല, മനുഷ്യ ശക്തിയിൽ തെല്ലും ആശ്രയിക്കില്ല. മനുഷ്യ ദൈവത്തെ ഞാൻ ആരാധിക്കില്ല, മനുഷ്യ ശക്തിയിൽ ഞാൻ ആശ്രയിക്കില്ല. കർത്താവുണ്ടല്ലോ എന്നെ രക്ഷിക്കാനായി, അവൻ വാലങ്കാരത്തിൽ ഞാൻ ഞാന്നു നിന്നിടും. കർത്താവുണ്ടല്ലോ എന്നെ രക്ഷിച്ചിടാനായി, അവൻ വാലങ്കാരത്തിൽ ഞാൻ ഞാന്നു നിന്നിടും. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. എൻ്റെ ദൈവമായ ശക്തമായി പാടാം, അടിച്ച് പാടാം, ശക്തമായി പാടാം. നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. ആമേൻ. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. കല്ലിൻ മുമ്പിലോ വെറും മരത്തിൻ മുമ്പിലോ വീണു കുമ്പിട്ടൊരു നാളും ഞാൻ ആരാധിക്കില്ല. കല്ലിൻ മുൻപിലോ മരത്തിൻ മുൻപിലോ വീണു കുമ്പിട്ടൊരു നാളും. ആടിപ്പാടി പാടാം, ആടിപ്പാടാം. ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. ആമേൻ, ആമേൻ. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. എൻ്റെ ദൈവമായ കർത്താവ് നീയാകുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. വിടുവിക്കും ദൈവം നീയാകുന്നുവല്ലോ, മറ്റൊരാളെ മണ്ണിൽ ആശ്രയിക്കില്ല. വിടുവിക്കും ദൈവം നീയാകുന്നുവല്ലോ, മറ്റൊരാളെ മണ്ണിൽ ആശ്രയിക്കില്ല. സമ്പന്നനാം ദൈവം നീ ഏകനല്ലോ, മറ്റൊരാളെ മണ്ണിൽ ആശ്രയിക്കില്ല. സമ്പന്നനാം ദൈവം നീ ഏകനാണല്ലോ,
മറ്റൊരാളെ മണ്ണിൽ ആശ്രയിക്കില്ല. വിടുവിക്കും ദൈവം നീ മാത്രമാണല്ലോ, മറ്റൊരാളെ മണ്ണിൽ ആശ്രയിക്കില്ല. വിടുവിക്കും ദൈവം നീ മാത്രമാണല്ലോ, മറ്റൊരാളെ മണ്ണിൽ വീശി. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതുവരെ ജീവിതത്തിൽ സ്തുതിക്കാത്ത താളത്തിലും ഭംഗിയിലും ശബ്ദത്തിലും ഉയരത്തിലും ഹല്ലേലൂയ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇതുവരെ 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 സ്തുതിക്കാത്ത ഭാവത്തിൽ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 യൗ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവർക്കും മുട്ടുകുത്താം. അവന്റെ ആശീർവാദം യഥാർത്ഥത്തിൽ ഒരു സൗഖ്യമായിരിക്കും. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ഈ നാളുകളിൽ അവൻ ചെയ്യും. വിരൽത്തുമ്പെണ്ണി 10 തികയ്ക്കും മുമ്പ് നിന്റെ ദൈവം ദിനരാത്രങ്ങൾ എണ്ണി 10 തികയും മുമ്പ് നിന്റെ ദൈവം പരിശുദ്ധ സ്നേഹത്തിന്റെ റൂഷ്മ മകനേ മകളേ നിന്റെ നെറുകയിൽ പതിച്ചു വയ്ക്കും. ഇതു നാമത്തിന്റെ സത്യം, ഇത് വചനത്തിന്റെ പൊരുൾ, ഇത് കാലാകാലങ്ങൾ ദൈവജനം അനുഭവിച്ച മഹത്വം. കരങ്ങൾ നീട്ടിപ്പിടിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും അവന്റെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു. രോഗം ഭാരങ്ങളെ വിട, ദുഃഖ ദുരിതങ്ങളെ വിട, എന്നെ തകർത്ത ക്ലേശങ്ങളെ നീചശീലങ്ങളെ പറന്നു ദൂരം അറിഞ്ഞാട്ടെ, കബറിടങ്ങളിൽ പോയി മുഖമൊളിപ്പിച്ചാട്ടെ. എൻ്റെ ദൈവം ധൂപങ്ങളിൽ വസിക്കുന്നവൻ, മേഘച്ചുരുളിൽ ഇറങ്ങുന്നവൻ, ഏണിപ്പടികൾ ചവിട്ടി എൻ്റെ നെഞ്ചകത്തിന്റെ ചാണകക്കുഴികളെ വിശുദ്ധമാക്കുന്ന പരമപരിശുദ്ധ സ്നേഹം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ തന്റെ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും രോഗക്കുടുക്കുകളിൽ നിന്നും മർത്യനു നീ നിത്യമോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി, ഒരു മഹാപ്രവൃത്തി ഓ ദൈവം നിനക്കു വേണ്ടി ചെയ്യുന്നിതാ. പറഞ്ഞാൽ കേട്ടാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി എൻ്റെ കുഞ്ഞേ നിന്റെ ദൈവം നിനക്കായി ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, ആരാധന. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനോ നിസാരപ്പെട്ടവനും ബലഹീനനുമാകുന്നു, എൻ്റെ മേലെ കരുണ ഉണ്ടാകണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ എന്നെ സ്പർശിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനത്തിന്റെ കരം നീട്ടി എൻ്റെ ബലഹീനതകളെ തൊട്ട പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.